വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCRT ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സയൻസ് 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ സയൻസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ്. എന്താണ് തൊഴിൽ വൈവിധ്യങ്ങളിൽ പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വരുമാനം എന്ന് പറയുന്നത്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ലഭിക്കും, ചിലതിന് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ആ പ്രതിഫലത്തിലാണ് നമ്മൾ എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത്. ഒരു ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. പഠിപ്പു തീർന്നാൽ എന്ന് പറയുന്ന NV കൃഷ്ണവാര്യരുടെ ഒരു ഇത് തന്നിട്ടുണ്ട് അല്ലേ. പഠിപ്പു തീർന്നാൽ ചോദ്യം, പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം ഇട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ. NV കൃഷ്ണവാര്യരാണ് എഴുതിയിട്ടുള്ളത്. എന്ത് ചോദ്യം? പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം ഇട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ. എന്താണ് കൂലിയും ശമ്പളവും? അപ്പോൾ ഇനി എന്താണ് തൊഴിൽ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിലെ തൊഴിലിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വരുമാനം എന്ന് കണ്ടു. ഇനി എന്താണ് തൊഴിൽ എന്ന് പറയുന്നത്? വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായിട്ടോ ലഭിക്കുന്നുണ്ട്. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തൊഴിലാണ്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് തൊഴിലിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. എന്താണ് കൂലിയും ശമ്പളവും എന്ന് പറയുന്നത്? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്തെന്ന് പറയുന്നത്? കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ശമ്പളം എന്ന് പറയും. അതെല്ലാം മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? കൂലി എന്ന് പറയും. ഇനി എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളുടെയാണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, അതുപോലെ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളുടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. എന്താണ് ആസ്തികൾ എന്ന് വെച്ചാൽ? ആസ്തികൾ എന്ന് വെച്ചാൽ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭാഗങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകൾ തുടങ്ങിയ ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ധനവിഭവങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ആസ്തികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കെട്ടിടങ്ങളും അതുപോലെ തന്നെ വസ്തുവകകളൊക്കെ ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കൃഷി, അതുപോലെ തന്നെ ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാലോ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. കൃഷിയിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? കൃഷിയിൽ നിന്നും കിട്ടുന്നത് വിളയാണ് അല്ലേ. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത് വിളയാണ്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത് വരുമാനം എന്ന് പറയുന്നത്. തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന കൂലി, ശമ്പളമാണ് തൊഴിലിൽ നിന്ന് ലഭിക്കുന്നത്. ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കും. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് പലിശ ലഭിക്കും. ആസ്തികളിൽ നിന്ന് വാടക, പാട്ടം എന്നിവ ലഭിക്കും. ആഹാര നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം എന്നിവ ലഭിക്കും. അപ്പോൾ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്? വിളയാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്? കൂലി, ശമ്പളം. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നതോ ലാഭം. ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് പലിശ, ആസ്തികളിൽ നിന്ന് വാടക, പാട്ടം, ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം. അത് മനസ്സിലായല്ലോ. വിവിധ സ്രോതസ്സുകളിൽ ലഭിക്കുന്ന വരുമാനവും ആ വരുമാന സ്രോതസ്സുകളിൽ ലഭിക്കുന്ന വരുമാനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൃഷിയാണെന്നുണ്ടെങ്കിൽ വിളയാണ്, തൊഴിലാണെന്നുണ്ടെങ്കിൽ കൂലി, ശമ്പളമാണ്, ബിസിനസ് ആണെങ്കിൽ ലാഭമാണ്, ബാങ്ക് നിക്ഷേപം പലിശ, ആസ്തികൾ വാടക പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും.
വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ കൃഷിയുള്ള ആളാണെങ്കിൽ ആ വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബാങ്ക് നിക്ഷേപത്തിൽ ലഭിക്കുന്ന പലിശ ഒരു ലാഭമാണ്. അതുപോലെ തന്നെ കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലിതര മാർഗ്ഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കും. അപ്പോൾ വരുമാനം ലഭിക്കുന്നത് തൊഴിൽ ചെയ്യുമ്പോൾ മാത്രമല്ല, തൊഴിലിതര മാർഗ്ഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കും. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഇനി തൊഴിലുകൾ വിവിധ തരമുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. തൊഴിലുകൾ എത്ര തരം ഉണ്ടെന്നുള്ളത്? പലതരത്തിലുണ്ട് തൊഴിലുകൾ എന്ന് പറയുന്നത്. ഇനി കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ എന്താണ് കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. അപ്പോൾ കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? കൃഷിയല്ലാത്ത ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലും വിവിധ തരം സേവനങ്ങളൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് വെച്ചാൽ ഏതാണ്? നെൽകൃഷി, മത്സ്യകൃഷിയൊക്കെ കാർഷിക തൊഴിലുകളാണ്. കാർഷികേതര തൊഴിലുകൾ എന്ന് വെച്ചാലോ കച്ചവടം, കെട്ടിട നിർമ്മാണം ഒക്കെ കാർഷികേതര തൊഴിലുകളാണ്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഇപ്പോൾ പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകളൊക്കെ എന്നിവയൊക്കെ സ്വയം സംരംഭങ്ങളാണ് അല്ലേ. ഇനി സ്വയം തൊഴിൽ പദ്ധതികൾ അവരുടെ ഗുണവാക്തകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. നവജീവൻ പദ്ധതി ആർക്കാണ്? മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. കൈവല്യ ഏതാണ്? ഭിന്നശേഷിക്കാർക്കാണ് അല്ലേ. കൈക്ക് ഇങ്ങനെ വൈകല്യമാണെന്ന് ആലോചിച്ചാൽ കൈവല്യ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ പേരാണെന്ന് ആലോചിച്ചാൽ ശരണ്യ എന്ന് പറയുന്നത് വനിതകളാണ് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിലെ ചായപ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രതിമാസം കുറേ പേര് എക്സാമ്പിളാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അപ്പോൾ ഇതാണ് തൊഴിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 4ാമത്തെ ചാപ്റ്റർ വസ്ത്രത്തിൻ്റെ നാൾവഴികളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.